മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 118 സങ്കീർത്തനം 15 തിരുവാക്യം. നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെ ഘോഷമുയരുന്നു. കർത്താവിൻ്റെ നീതിയിൽ ആരെല്ലാം ജീവിക്കുന്നുവോ അവരുടെ ജീവിതം മാത്രമല്ല, കുടുംബം, ബന്ധങ്ങൾ, തൊഴിൽ മണ്ഡലങ്ങൾ, അവർ വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹത്തിന് നിറഞ്ഞൊഴുക്കുണ്ടാകുവാൻ, നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ദൈവകൃപയുടെ പകർച്ചയുണ്ടാകുവാൻ, പ്രിയ സഹോദര സഹോദരി, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളെല്ലാവരും ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി അഭിഷേകത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, രോഗശാന്തികൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, മാനസാന്തരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കുകയാണ്. അനേകം ആയിരങ്ങളിലേക്ക് കൃപാവരങ്ങളുടെ പകർച്ചയായി കർത്താവ് ഇറങ്ങി വരികയാണ്. പ്രിയ സഹോദര സഹോദരി, എല്ലാം മറന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ അഭിഷേകം ചെയ്യുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ അത്ഭുത നാമത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നു. We worship Lord. Hallelujah. കർത്താവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. Bless, bless Lord. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പാടുക എല്ലാവരും. ബലവാനായോൻ നടത്തിയിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. യേശുവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അഭിഷേകത്തെ പകരണമേ. Lord, release your power, your anointing. കൃപയാലേ, കൃപയാൽ. ഇരുവശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച്. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. കർത്താവേ, നിന്റെ വചനത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കർത്താവേ, സകല നടത്തിപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ആനന്ദത്തോടെ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ,
കൃപയാലേ കൃപയാൽ അനുദിനവും. ഒരുമിച്ച് പാടി ആരാധിക്കാം. കൃപയാലേ കൃപയാലേ കൃപയാൽ കരങ്ങൾ താഴ്ത്തിയടിച്ച് കൃപയാൽ അനുദിനവും. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ ഉണർത്തണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഓ കർത്താവേ, കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ അഭിഷേകം ചെയ്യുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവായ യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരം നീട്ടണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. പാപരോഗ ശാപബന്ധനത്തിന്റെ സകല കെട്ടുകളെയും പൊട്ടിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവേ, നിന്റെ ജനത്തിന്റെ മധ്യേ ഉലാത്തണമേ. ആവശ്യമായ നന്മകളാൽ, കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരം ഉയർത്തണമേ. നിന്റെ കൃപയാൽ ഞങ്ങൾ ഉണർത്തണമേ. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. മനസ്സിനെ തളർത്തുന്ന സകല ഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ദുഷ്ടപിശാചിന്റെ തിരിച്ചടികളിൽ മാനുഷികമായ ചതികള്, കെണികള്, വഞ്ചനകള്, ദുസ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും തലമുറകളെയും ഈശോയെ നിന്റെ ശുദ്ധ രക്തത്തിന്റെ മറവിൽ മറച്ച് സംരക്ഷിക്കണമേ. അനുഗ്രഹത്തിന്റെ നിറഞ്ഞൊഴുക്കിനാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വരണമേ. ഞങ്ങളുടെ തകർച്ചകളിലേക്ക് വരണമേ. കർത്താവേ, ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് വരണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്ക് വരണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പൊന്നു അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. ഇന്ന് അനേകം വ്യക്തികൾ ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ, അർഹമായ പരിഗണന കിട്ടാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ പ്രതി ഒരുപാട് വേദനിക്കുന്നവരാണ്. പലരും വന്ന് നൊമ്പരത്തോടെ പങ്കുവെക്കാറുണ്ട്. ഞങ്ങൾക്ക് അർഹതപ്പെട്ട പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ടു. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, നല്ലൊരു നിലയിൽ ഉയരേണ്ടവരാണ്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ട അംഗീകാരം കിട്ടിയില്ല, ഞങ്ങളെ പലരും മാനിച്ചില്ല, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ പോലും അത് നിഷേധിക്കപ്പെട്ടു. ഇപ്രകാരം ചിന്തിച്ച് ഭാരത്തോടെ ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. 58-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ മഹത്തരമായ പ്രവൃത്തികൾ നമ്മോട് പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ദാവീദ്. ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ പരിപാലനയും ദാവീദ് ഈ പ്രതിസന്ധികളിൽ അടുത്തനുഭവിച്ചറിഞ്ഞു. താൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ദാവീദ് നമ്മോട് പങ്കുവെക്കുകയാണ്.
നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തൻ്റെ നീതിമാൻ തളർന്നു പോകുവാൻ, തൻ്റെ നീതിമാൻ നശിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഭൂമിയിൽ നീതിയോടെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന് മനുഷ്യരെല്ലാം ഏറ്റുപറയും. നമ്മൾ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു സത്യമുണ്ട്. നമ്മുടെ കർത്താവ് പ്രതിഫലങ്ങളുടെ ദൈവമാണ്. അവൻ പ്രതിഫലങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നൽകുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് കൊളോസസിലെ സഭയോട് പറയുകയാണ്, 3-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ, നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും മനുഷ്യനെയല്ല, ദൈവത്തെ സേവിക്കുന്നു എന്ന ഹൃദയ പരമാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുവിൻ. കർത്താവിൽ നിന്ന് പ്രതിഫലമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കും. എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു തിരുവാക്യമാണിത്. കർത്താവിൽ നിന്ന്, മനുഷ്യരിൽ നിന്നല്ല. ഇത് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, ഈ വ്യക്തി ഒരു നല്ല വാക്ക് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന വ്യക്തി എന്നെ ഒന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ. മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുറിവേൽക്കുന്നവരായി മാറുന്നത്, നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുന്നത്. എന്നാൽ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, മനുഷ്യരിൽ നിന്നല്ല, കർത്താവിൽ നിന്ന് പ്രതിഫലമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കും. കർത്താവ് നൽകുന്ന പ്രതിഫലത്തിൽ കണ്ണുറപ്പിച്ച് വിശ്വസ്തയോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ പ്രിയ ദൈവത്തിന്റെ പൈതലെ നമുക്ക് കഴിയണം. ഈ ഒരു ആത്മനിറവ് നമ്മൾ പ്രാപിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ മാറും, നമ്മുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ സുഖപ്പെടും, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളിലെല്ലാം ആത്മാവിന്റെ കാറ്റ് വീശാൻ തുടങ്ങും. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ ഈ മെസ്സേജാണ് കർത്താവിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. മൊർദെഖായിയുടെ ജീവിതത്തിലൂടെയാണ് ഈ സന്ദേശം ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. എസ്തേറിന്റെ പുസ്തകം, വിശുദ്ധ ബൈബിളിൽ മനോഹരമായൊരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. ഞാൻ പലപ്പോഴും പല ആവർത്തി ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ദൈവജനം പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കിയാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് എസ്തേറിന്റെ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുകയാണ്, കുടുംബങ്ങളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ പ്രധാന ഒരു വ്യക്തിയാണ് മൊർദെഖായി. എസ്തേറിന്റെ പുസ്തകം ആദ്യ അധ്യായത്തിലോട്ട് നമ്മൾ വരിക. 3-ാമത്തെ തിരുവാക്യം. ആരാണ് മൊർദെഖായി? അഹസ്വേരോസ് രാജാവിന്റെ രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു വ്യക്തിയായിരുന്നു മൊർദെഖായി. നീതിമാനായ ഒരു യഹൂദൻ. മഹാനായ മൊർദെഖായി എന്നാണ് ദൈവത്തിന് തിരുവെഴുത്ത് അവനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. കർത്താവിന്റെ നീതിയിൽ ജീവിച്ച ഒരു യഥാർത്ഥ ദൈവ പൈതൽ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മൊർദെഖായി രാജാങ്കണത്തിൽ 2 രാജസേവകന്മാരോട് കൂടി ഇരിക്കുകയാണ്. ഗബാഥ, താറ എന്നാണ് ആ സേവകന്മാരുടെ പേര്. ഇവർ പരസ്പരം പറയുകയാണ്, നമുക്ക് അഹസ്വേരോസ് രാജാവിനെ കൊന്നുകളയാം. ഇവർ അതിനുവേണ്ട പല ഗൂഢാലോചനകൾ തയ്യാറാക്കുകയാണ്. ഇത് മൊർദെഖായി കേൾക്കും. രാജാവിനെ വധിക്കുവാനുള്ള ഇവരുടെ നീക്കങ്ങള് കൃത്യതയോടെ മൊർദെഖായി അറിയും. മൊർദെഖായി അത് രാജാവിനെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. രാജാവേ, ഇങ്ങനെയൊരു ചതി വരാൻ പോകുന്നുണ്ട്. ഈ 2 സേവകരെ അങ്ങയെ കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങ് വളരെ ശ്രദ്ധയുള്ളവനായിരിക്കണം. രാജാവ് ഈ 2 സേവകന്മാരെ പിടിക്കുകയാണ്. അവർ വിചാരണ ചെയ്തപ്പോൾ അവർ കുറ്റം സമ്മതിക്കും. അവരെ രാജാവ് കൊന്നുകളയുകയാണ്. ഈ സംഭവങ്ങളെല്ലാം കൃത്യമായ രേഖയുണ്ടാക്കി രാജാവ് സൂക്ഷിക്കുകയാണ്. എന്നാൽ ഈ 2 സേവകന്മാരെ പ്രതി അവരെ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ഹാമാൻ, രാജാവിന് വളരെ പ്രീതിയുള്ള രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു ഹാമാൻ.
ഹാമാന് മൊർദെഖായിയോട് കടുത്ത അമർഷം തോന്നുകയാണ്. മൊർദെഖായിയെയും അവന്റെ ജനതയെയും നശിപ്പിച്ചു കളയുവാൻ ഹാമാൻ തീരുമാനമെടുത്തു. കാരണം രാജാവിനെ എങ്ങനെയെങ്കിലും വകവരുത്തി തനിക്ക് രാജാവായി വാഴുവാനുള്ള ദുർമോഹം ഹാമാന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പിന്നീടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. രാജാവിനെ സ്വാധീനിച്ച് പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ആദാർ മാസം 13-ാം തീയതി പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള സകല യഹൂദരെയും നശിപ്പിച്ചു കളയുവാനുള്ള രാജകൽപ്പന രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയാണ്. ഇതറിഞ്ഞ മൊർദെഖായിയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനം ഹൃദയം പൊട്ടി നിലവിളിച്ച് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി. നമുക്കറിയാം, എസ്തേർ രാജ്ഞിയിലൂടെ തന്റെ ജനത്തെ അത്ഭുതകരമായി കർത്താവ് സംരക്ഷിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി മൊർദെഖായിയുടെ ഇടപെടലിലൂടെ അഹസ്വേരോസ് രാജാവ് രക്ഷപ്പെടുകയാണ്. എന്നാൽ അവന് വേണ്ടത്ര പരിഗണനയോ അംഗീകാരമോ ലഭിച്ചില്ല. നമ്മൾ മനസ്സിലാക്കണം, വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെയും രാജാവിനെയും രക്ഷിച്ചവനായിരുന്നു മൊർദെഖായി. എന്നാൽ അവന് വേണ്ട അംഗീകാരം ലഭിച്ചില്ല, അവന് വേണ്ട പ്രതിഫലം കിട്ടിയില്ല. പക്ഷെ മൊർദെഖായിക്ക് യാതൊരു പരാതിയുമില്ലായിരുന്നു. കാരണം അവൻ കർത്താവിന്റെ നീതിയിൽ ജീവിച്ച വിശ്വസ്തനായ ഒരു ദൈവ പൈതലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കുള്ള ദൂത് കിടപ്പുണ്ട്. നമ്മൾ ആരും അസ്വസ്ഥരാകരുത്. നമ്മൾ വളരെ ഹൃദയപരമാർത്ഥതയോടെ പല ജോലികൾ ചെയ്തിട്ടും പലപ്പോഴും അത് മനസ്സിലാക്കാതെ നമ്മോട് പെരുമാറുമ്പോൾ, നമ്മോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അധികാരികളാകാം, നമ്മുടെ കൂടെ നിൽക്കുന്നവരാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, നമ്മളേറെ സ്നേഹിക്കുന്നവരാകാം, ആരുമാകട്ടെ, വേണ്ടത്ര അംഗീകാരമോ പരിഗണനയോ പ്രതിഫലമോ ലഭിക്കാതെ നമ്മൾ മാനസികമായി മുറിവേൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം കാണുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. God sees everything. നമ്മുടെ കർത്താവ് എല്ലാം കാണുന്ന ദൈവമാണ്. സഹോദര സഹോദരി, നീ നൊമ്പരപ്പെട്ടിരിക്കരുത്. നിന്റെ ഭർത്താവാകാം, നിന്റെ ഭാര്യയാകാം, നിന്റെ മക്കളാകാം, പ്രിയപ്പെട്ടവരാകാം, ആരുമാകട്ടെ, ഈ നൊമ്പരങ്ങളെല്ലാം ഈ സമയം കർത്താവിനെ ഏൽപ്പിക്കുക. മൊർദെഖായിക്ക് ആരോടും പരാതിയില്ല. രാജ്യത്തിനു വേണ്ടി ഇത്രമാത്രം വലിയ സേവനം ചെയ്തിട്ട് എനിക്കൊരു നല്ല വാക്ക് പോലും കിട്ടിയില്ലല്ലോ, എനിക്ക് അർഹമായൊരു പരിഗണന കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അസ്വസ്ഥനാകുന്നില്ല. അവൻ കർത്താവിൽ തൻ്റെ ഹൃദയം ഉറപ്പിക്കുകയാണ്. തന്നെ വിളിച്ചവനായ, തന്നെ പരിപാലിക്കുന്നവനായ കർത്താവിന്റെ തിരുമുഖത്ത് മൊർദെഖായി കണ്ണുറപ്പിച്ചു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്തിന് ഇടപെടുവാനൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് വിളിക്കുന്ന പേരാണ് തക്ക സമയം. ആ സമയത്ത് കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാജാവ് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് രാജാവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. രാജാവിന്റെ ഉറക്കത്തെ കർത്താവ് കെടുത്തിക്കളഞ്ഞു. കർത്താവിന്റെ കയ്യിൽ എന്തൊക്കെ വഴികളുള്ളത്! നമ്മുടെ ചിന്തകൾ പോലെയല്ല കർത്താവിന്റെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ പോലെയല്ല കർത്താവിന്റെ പ്രവൃത്തികൾ. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വചനം. ഉറങ്ങുവാൻ രാജാവിന് കഴിഞ്ഞില്ല. രാജാവിന്റെ മണവറയിലേക്ക് കർത്താവ് തന്റെ ദൂതനെ വിട്ടു. അഹസ്വേരോസ് രാജാവിന്റെ ഉറക്കത്തെ കർത്താവ് കെടുത്തിക്കളഞ്ഞു. പെട്ടെന്ന് രാജാവിനൊരു ചിന്ത. വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരുവാൻ തന്റെ സേവകനോട് രാജാവ് കൽപ്പിക്കുകയാണ്. രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് രാജസേവകൻ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരും. അതിലെഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങള് ഈ സേവകൻ രാജാവിനെ വായിച്ചു കേൾപ്പിക്കുകയാണ്. രാജാവ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ആരാ പ്രവർത്തിക്കുന്നത്? കർത്താവായ ദൈവമാണ്. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. കർത്താവിന്റെ നീതിയിൽ, കർത്താവിന്റെ വിശ്വസ്തതയിൽ ആരൊക്കെ ജീവിക്കുന്നുവോ അവർക്ക് വേണ്ട പ്രതിഫലം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. അതൊന്നും പാഴായി പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. രാജാവ് ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേൾക്കും. പെട്ടെന്ന് അതിൽ എഴുതിയിരിക്കുകയാണ്,
മൊർദെഖായി രാജ്യത്തിനും രാജാവിനും ചെയ്ത ആ സേവനത്തിന്റെ മഹനീയത ഈ സേവകൻ വായിച്ചു കേൾക്കുമ്പോൾ പെട്ടെന്ന് അഹസ്വേരോസ് രാജാവിന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു. രാജാവ് പറഞ്ഞു, ഇത്രമാത്രം മഹത്തരമായ പ്രവൃത്തി തനിക്കും രാജ്യത്തിനും വേണ്ടി ചെയ്ത മൊർദെഖായിക്ക് എന്താണ് നമ്മൾ സമ്മാനമായി നൽകിയത്? ആ രാജസേവകൻ പറഞ്ഞു, രാജാവേ, അവനൊന്നും കൊടുത്തിട്ടില്ല. അർഹമായതൊന്നും അവന് കിട്ടിയിട്ടില്ല. തക്ക സമയത്ത് കർത്താവ് ഇടപെടുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇനി നീ നൊമ്പരപ്പെട്ടിരിക്കരുത്. എനിക്ക് അംഗീകാരം കിട്ടിയില്ലല്ലോ, എനിക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചില്ലല്ലോ, എന്നെ പരിഗണിച്ചില്ലല്ലോ, എന്നെ മാറ്റി നിർത്തിയല്ലോ, എന്നെ ആ കൂട്ടത്തിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞല്ലോ, എന്നെ അവഗണിച്ചല്ലോ. ഇതോടത്തൊന്നും നമ്മൾ ദുഃഖിച്ച് ഇനി സമയം കളയരുത്. നമ്മുടെ ജീവിതം നരകതുല്യമാക്കരുത്. പ്രത്യാശയുടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കേ. നിനക്ക് വേണ്ട പ്രതിഫലം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. രാജാവ് ഉടനെ വിളിച്ചു പറയും, ആരാണ് അങ്കണത്തിലുള്ളത്? ഉടനെ സേവകന്മാര് വന്ന് പറയും, ഹാമാൻ, രാജാവേ, ഹാമാൻ നിൽപ്പുണ്ട്. ഈ സമയത്ത് ഹാമാൻ എന്താ ചെയ്യണമെന്നറിയോ? അവൻ തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വലിയ കഴുമരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കഴുമരത്തിൽ മൊർദെഖായി തൂക്കിക്കൊല്ലാനുള്ള കൽപ്പന വാങ്ങുവാൻ രാജാവിന്റെ അരികിലേക്ക് ഹാമാൻ വരുന്ന രംഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ ഉറക്കം കെടുത്തുന്നതും ആ ദിനവൃത്താന്ത പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടേ. രാജാവ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. My lord, I cannot sleep. shall I call the scribe? With your permission, my lord. His readings will help you fall asleep. In the 10th month, 2 eunuchs of the threshold. സേവകൻ വന്ന് ദിനവൃത്താന്ത പുസ്തകം വായിച്ചത് രാജാവിനെ കേൾപ്പിക്കുന്നു. Ahura Mazda, the wise lord, the plot was discovered and exposed. By a certain Mordecai, the Jew, who sat within the gates, and by whose brave action did save the life of the king. Is that all? The eunuchs were executed under the laws of Persia. Habona! ഈ വരുന്നത് ഹാമാനാണ്. രാജാവ് ചോദിക്കും, Tell me. താൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ എപ്രകാരമാണ് ആദരിക്കേണ്ടത്? To the man ഹാമാൻ whom വിളിച്ചു the king പറയും, wishes to honor. രാജാവേ, Let അങ്ങ് royal ധരിക്കുന്ന robes be ആ brought, രാജകീയ വസ്ത്രങ്ങൾ and the king's അവനെ horse അണിയിപ്പിച്ച് with a royal crown on it. അങ്ങ് സഞ്ചരിക്കുന്ന And let him be ആ conducted രാജകീയ on horseback through the കുതിരയുടെ open മുകളിൽ square of അവനെ the city. കയറ്റിയിരുത്തിയിട്ട് പട്ടണ വീതികളിലൂടെയും വഴിയോരങ്ങളിലൂടെയും അവനെ കൊണ്ടു നടക്കണം. For a man the king wishes to honor. ഇത് കേട്ടുടനെ രാജാവ് പറയും, ഹാമാൻ, നീ പറഞ്ഞതിൽ ഒരു കുറവും സംഭവിക്കരുത്. ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഈ വചനത്താൽ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചു. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ മൊർദെഖായെ തരം താഴ്ത്തിയത്, ആരാണോ മൊർദെഖായുടെ നാശം കാണാൻ ആഗ്രഹിച്ചത്, ആരാണോ മൊർദെഖായെ തകർക്കുവാനായി പരിശ്രമിച്ചത്, അവന്റെ മുൻപിൽ വെച്ച് തന്നെ ദൈവമായ കർത്താവ് തന്റെ നീതിമാനെ ഉയർത്തുകയാണ്. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. കൊട്ടാരത്തിന് പടിവാതിൽക്കൽ ഇരിക്കുന്ന മൊർദെഖായെ വിളിച്ച് എന്റെ രാജകീയ വസ്ത്രങ്ങൾ അവൻ അണിയിപ്പിച്ച് രാജകീയ കുതിരപ്പുറത്ത് അവനെ കയറ്റിയിരുത്തി നീ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകണം. രാജാവ് ബഹുമാനിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറണമെന്ന് രാജാവ് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് നീ അവനെ കയറ്റി പട്ടണ വീതികളിലൂടെ പോവാൻ പറഞ്ഞ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുക. ഹാമാന്റെ തലയിൽ ഇടിവെട്ട് കൊണ്ടോണായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആരാണ്? ഇതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലെ വായിച്ചു പോകേണ്ട സംഭവങ്ങളല്ല. ചരിത്രത്തിൽ കർത്താവ് ഇടപെട്ട നിത്യസത്യങ്ങളാണ് നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് പങ്കുവെക്കുന്നത്.
മൊർദെഖായിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ കർത്താവിന് ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റും, നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റും, നമ്മുടെ സമൂഹങ്ങളിൽ കൂട്ടായ്മകളിൽ പ്രവർത്തിക്കാൻ പറ്റും. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, പിന്നെ എന്തിനാ നീ ആകുലപ്പെടുന്നത്? നീ എന്തിനാ പരിഭവിച്ചിരിക്കുന്നത്? നീ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലങ്ങളിലേക്ക് കണ്ണുറപ്പിക്കുക. വിശുദ്ധിയോടെ ജീവിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക. കർത്താവിൻ്റെ നീതിയിൽ മുന്നേറ്. തക്ക സമയത്ത് ദൈവം ഇടപെടും. ആ രംഗങ്ങള് നിങ്ങൾ പ്രാർത്ഥനയോടെ നോക്കിക്കണ്ടേ. മൊർദെഖായാണ് ആ കുതിരപ്പുറത്തിരിക്കുന്നത്. ലജ്ജിച്ച് നാണം കെട്ട് ഹാമാൻ ഇതവൻ എഴുന്നള്ളിക്കുകയാണ്. അതിനുശേഷം ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നു, വളരെ ദുഃഖിതനായി നാണം കെട്ട് ഹാമാൻ തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു. ദൈവമായ കർത്താവ് തന്റെ നീതിമാനായ മൊർദെഖായിക്ക് പ്രതിഫലം നൽകി. അവന്റെ പ്രാർത്ഥനയിലൂടെ, അവന്റെ വിശ്വസ്തതയിലൂടെ, അവന്റെ ശുശ്രൂഷയിലൂടെ, അവൻ വളർത്തി വലുതാക്കിയ, അവന്റെ സ്വന്തം മകളെപ്പോലെ അവൻ കരുതിയ എസ്തേറിലൂടെ കർത്താവ് തന്റെ ജനത്തിന് അത്ഭുതകരമായ വിജയം കൊടുക്കുകയാണ്. മൊർദെഖായിയുടെ ജീവിതത്തിലൂടെ ഈ മെസ്സേജ് എന്തിനാണ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചത്? നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധന ആരാധന. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ, കൃത്യതയാർന്ന പരിഗണന ലഭിക്കാതെ മാനസികമായി മുറിവേറ്റിരിക്കുന്ന അനേകം ആയിരങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയം വിശ്വാസത്തോടെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അനേകം ജീവിതങ്ങളിലേക്ക്, ഒരുപാട് കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്നു. യേശു നൽകുന്ന ഈ അനുഗ്രഹ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ യേശുനാമം വിളിച്ചു പ്രാർത്ഥിച്ചോ. യേശുവേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ. പാപക്കെട്ടുകള്, രോഗക്കെട്ടുകള് ഈശോയെ ഞങ്ങളുടെ നാമത്തിന് ശക്തിയാൽ അഴിഞ്ഞു മാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ ആശീർവദിക്കണമേ, നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോ നൽകുന്ന അനുഗ്രഹത്തെ സ്വീകരിച്ച് നന്ദിയോടെ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, സുഖപ്പെടുത്തിയതിനായി, വിശുദ്ധീകരിച്ചതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് നമ്മുടെ പരിച. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു പോകാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വ